ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നീക്കങ്ങൾ CPM നിരീക്ഷിക്കുന്നു. ADGP MR അജിത് കുമാറിനെ പോലീസ് ആസ്ഥാനത്ത് മടക്കിക്കൊണ്ടുവരികയാണെങ്കിൽ CPI ഇടതുമുന്നണി വിടുമെന്ന അഭ്യൂഹമാണ് CPMനുള്ളത്. ഏതായാലും അജിത് കുമാറിനെ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റുന്ന കാര്യത്തിൽ CPMും സർക്കാരും വൈകാതെ തീരുമാനമെടുക്കും. ഇതോടെ CPI പിണങ്ങുമെന്ന് CPM കൃത്യമായി വിശ്വസിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന CPI സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ട് ഇതിന്റെ സൂചന നൽകുന്നു. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും ശബരിമല വിവാദവും വിനയായി. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാത്തത് ന്യൂനപക്ഷങ്ങളെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റിയെന്നും CPI റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന CPI സംസ്ഥാന കൗൺസിലിൽ CPMനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സർക്കാരിലും മുന്നണിയിലും CPMന് ഏകാധിപത്യമാണ്. സർക്കാർ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് സ്വീകരിക്കുന്നു. ജില്ല മുതലുള്ള മുന്നണി യോഗങ്ങളിൽ ചർച്ചയില്ല. ഇടത് നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് പ്രശ്നമാകുന്നു. മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിയിലും മുന്നണിയിലും ആരുമില്ല. തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും സംസ്ഥാന കൗൺസിലിൽ ജില്ലാ സെക്രട്ടറിമാർ വിമർശനം ഉന്നയിച്ചു. ഭരണവിരുദ്ധ വികാരമില്ലെന്ന CPM വിശദീകരണത്തിന് വിരുദ്ധമായ കണ്ടെത്തലുകളാണ് CPI റിപ്പോർട്ടിലുള്ളത്. LDFനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ തോൽവി നേരിട്ടിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ ശേഷിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി മുന്നണിക്ക് വലിയ ക്ഷീണമാക്കിയിട്ടുണ്ട്. നേരത്തെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന കോൺഗ്രസിലും CPM നേതൃത്വത്തിന് നേരെ എതിർസ്വരങ്ങൾ ഉയർന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ സമീപനങ്ങളിൽ മാറ്റം വരുത്താതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം പ്രധാന പ്രചാരണ വിഷയമാക്കിയ BJP പലയിടത്തും അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കിയത് ആശങ്കയുയർത്തിയിട്ടുണ്ടെന്ന് CPI പറയുന്നു. CPMനെ ഇത്രയും പരസ്യമായി എതിർക്കാൻ CPI കാണിച്ച ധൈര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പിണറായി വിജയനെതിരെ സംസാരിക്കാൻ സ്വന്തം പാർട്ടിയിലോ ഘടകകക്ഷിയിലോ ഇതുവരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. CPI ഒരവസരം കാത്തിരിക്കുകയാണ്. BJP നേതാവിനെ രഹസ്യമായി സന്ദർശിച്ച അജിത് കുമാർ അവർക്ക് നല്ല ഒരു വിഷയമായി മാറുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഉജ്ജ്വലമായ വിജയമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ആ വിചാരം വെറുമൊരു തോന്നലായിരുന്നില്ല. LDF സർക്കാരിന്റെ നേട്ടങ്ങൾ നീണ്ടുപരന്ന് കിടക്കുന്നതാണ്. അതെല്ലാം കാണുമ്പോൾ ജനങ്ങളുടെ വോട്ട് LDFന്റെ വിജയത്തിനാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. എന്നാൽ ആ പ്രതീക്ഷയല്ല നടന്നതെന്നും ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം പുത്തരിയല്ല. പരാജയപ്പെട്ടാൽ അതോടുകൂടി എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നില്ല. ചരിത്രം ആർക്കെങ്കിലും വേണ്ടി അവസാനിക്കുന്നില്ല. ചരിത്രം കേരളത്തിലും മുന്നോട്ട് പോകും. പരാജയത്തെ ചരിത്രത്തിന്റെ അവസാനമായല്ല, മറിച്ച് കാലത്തിന്റെ തീരുമാനമായാണ് കാണുന്നത്. ജനങ്ങൾ തന്ന മുന്നറിയിപ്പായും കാണുന്നു. എല്ലാത്തിനെയും കാൾ വലിയവർ ജനങ്ങളാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം. ജനങ്ങളുടെ വിധിയെഴുത്തിനെ തല താഴ്ത്തിപ്പിടിച്ച് അംഗീകരിക്കും. എന്തുകൊണ്ട് ജനവിധി ഇങ്ങനെയായി എന്ന് സ്വയം ചോദിക്കും. കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞ് തെറ്റുകൾ കണ്ടെത്തിയാൽ അത് തിരുത്തും. ഈ ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണുള്ളത്. വീഴ്ചയിൽ നിന്ന് തിരിച്ചു വരികയും മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എന്നാൽ CPIക്കെതിരെ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. CPI ചതിയന്മാരാണെന്നാണ് വെള്ളാപ്പള്ളി ആരോപണം ഉന്നയിച്ചത്. ഇതിനിടെ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുകയും മൈക്ക് തട്ടിമാറ്റുകയും ചെയ്തു വെള്ളാപ്പള്ളി. മലപ്പുറത്തും വയനാടും കാസർഗോഡും SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സർക്കാർ അനുമതി നൽകുന്നില്ലെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 9 വർഷമായി അനുമതിക്ക് ശ്രമിക്കുന്നില്ലേ എന്ന ചോദ്യത്തെ തുടർന്നാണ് മാധ്യമപ്രവർത്തകരോട് വെള്ളാപ്പള്ളി തട്ടിക്കയറിയത്. താൻ കുറെ കാലമായി തുടങ്ങിയിട്ട് പോടോ എന്ന് പറഞ്ഞ് മൈക്ക് തട്ടുമാറ്റി മുന്നോട്ട് പോവുകയായിരുന്നു. താങ്കൾ വർഗീയവാദിയാണെന്ന ആരോപണം ഉണ്ടല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് മലബാർ മേഖലയിലെ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ അനുമതി ലഭിക്കുന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. സ്ഥലം വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് സർക്കാർ അനുവാദം നൽകാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ കള്ളനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഏതായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. CPM നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിക്കണം. CPI ചതിയൻ ചന്തുമാരാണ്. 10 വർഷം കൂടെ നിന്നെല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്നു. വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണ്, പുറത്തല്ല. മൂന്നാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. മുഷ്ടി ചുരുട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം പിണറായിയുടെ പേര് പോലും പറഞ്ഞത്. അയ്യപ്പ സംഗമ സമയത്ത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതുമായി ബന്ധപ്പെട്ട വിവാദത്തോടും വെള്ളാപ്പള്ളി പ്രതികരിച്ചു.
താൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിൽ എന്താണ് തെറ്റെന്നും താൻ അയിത്ത ജാതിക്കാരനാണോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. എന്തായാലും CPIയെ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ് CPM. ബിനോയ് വിശ്വത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള നടപടികൾ മുൻപേ CPM തുടങ്ങിയിരുന്നു. VD സതീശനുമായി ബിനോയ് വിശ്വം കണ്ടെന്നാണ് CPMന്റെ സംശയം. MR അജിത് കുമാറിന്റെ കാര്യത്തിൽ CPI എടുക്കുന്ന നിലപാട് പിണറായിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ ശക്തമായ നിലപാട് കാരണമാണ് അജിത് കുമാറിനെ പോലീസിന് പുറത്തേക്ക് മാറ്റിയത്. എന്നാലും അജിത് കുമാർ ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും സർക്കാർ നൽകുന്നുണ്ട്. സർക്കാരിന് വേണ്ടി ഇപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ ചരടുവലികൾ നടത്തുന്നത് അജിത് കുമാർ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകർക്ക് കൈമാറുന്നതും അജിത് കുമാറാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അജിത് കുമാറും തമ്മിൽ അത്രയേറെ അടുപ്പമുണ്ട്. അജിത് കുമാറിനെ പോലീസിൽ മടക്കിക്കൊണ്ടുവരണമെന്ന ആവശ്യവും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടേതാണ്. ആകെയുള്ള തടസ്സം CPI മാത്രമാണ്. അത് മറികടക്കാൻ മുഖ്യമന്ത്രി കഴിയും വിധമൊക്കെ ശ്രമിച്ചതാണ്, എന്നാൽ നടന്നില്ല. ഇതിൽ മുഖ്യമന്ത്രിക്ക് ബിനോയ് വിശ്വത്തോട് വിരോധമുണ്ട്. PM ശ്രീയിലെ CPM പിന്മാറ്റം ഇടത് രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചതിൽ CPMന് അതൃപ്തി ഉണ്ടായിരുന്നു. മന്ത്രി V ശിവൻകുട്ടി ബിനോയിയെ ഖണ്ഡിച്ച് നടത്തിയ പ്രസ്താവന പാർട്ടി നേതൃത്വത്തിന്റെ വികാരമാണ്. PM ശ്രീ കേരളത്തിൽ നിർത്തിവെക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചപ്പോഴും അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് കത്തയച്ചപ്പോഴും ഇത് LDFന്റെയും അതിന്റെ രാഷ്ട്രീയത്തിന്റെയും വിജയമാണെന്നായിരുന്നു ബിനോയ് വിശ്വം പ്രതികരിച്ചത്. CPMനെ തിരുത്തുന്നതാണോ ഇടത് രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന അമർഷമായിരുന്നു ഇത് CPMൽ സൃഷ്ടിച്ചത്. CPM ഇടതുപക്ഷത്തല്ലെന്നാണോ ബിനോയ് പറഞ്ഞു വരുന്നത് എന്നാണ് ഒരു CPM നേതാവ് ചോദിച്ചത്. ബിനോയിയുടെ പ്രസ്താവന CPI വാർത്താക്കുറിപ്പായി ഇറക്കുകയും CPI മുഖപത്രം പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ബിനോയിയുടെ വാക്കുകൾ ആരെ ലക്ഷ്യമിട്ടാണെന്ന് ആർക്കും മനസ്സിലാകുമല്ലോ എന്നും ആരും മണ്ടന്മാരല്ലല്ലോ എന്നുമുള്ള മന്ത്രി V ശിവൻകുട്ടിയുടെ മറുപടിയിൽ CPM പറയാൻ ഉദ്ദേശിച്ചതുണ്ട്. CPIയുടെ നിലപാടിൽ വൻ അമർഷത്തിലാണ് പിണറായിയും മന്ത്രി V ശിവൻകുട്ടിയും. ശിവൻകുട്ടി വായിക്കുന്നത് പിണറായിയുടെ മനസ്സാണ്. ഇതിൽ ശിവൻകുട്ടിക്കുള്ള വിരോധം ഇതുവരെ അവസാനിച്ചിട്ടുമില്ല. കാനത്തിന്റെ പിൻഗാമിയായി എത്തിയ ബിനോയ് തുടക്കത്തിൽ പിണറായിയുമായി സമരസപ്പെടുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ വളരെ പെട്ടെന്ന് ബിനോയ് തൽസ്വരൂപം പുറത്തു കാണിച്ചു. ബിനോയ് വിശ്വത്തെ ദുർബലനായ ഒരു നേതാവായാണ് CPM കണ്ടിരുന്നത്. ഇതോടെ CPMന്റെ സ്വഭാവം മാറി. വെളിയം ഭാർഗവനെയോ കാനം രാജേന്ദ്രനെയോ പോലെ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ പിണറായിയെ പോലെ ഒരു നേതാവിനോട് ഏറ്റുമുട്ടാനോ സാധിക്കുന്ന ഒരു നേതാവല്ല CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന ധാരണ മാറ്റി എഴുതുന്നതുകൂടിയായി PM ശ്രീ വിഷയത്തിൽ CPI എടുത്ത നിലപാട്. CPMഉം CPIയും തമ്മിലുള്ള പോര് പല മേഖലകളിലേക്കും കടന്നിരുന്നു. CPIയുടെ വകുപ്പുകളെ കുഴപ്പത്തിലാക്കാൻ വരെ CPM ശ്രമിച്ചു. കൃഷി വകുപ്പിലടക്കം ഫണ്ട് വാങ്ങിയ വാർത്ത പുറത്തു വന്നത് CPIയെ പ്രതിരോധത്തിലാക്കുമെന്ന കണക്കുകൂട്ടലും പിഴച്ചു. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുക എന്ന പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് CPMന്റെ ഇടത് രാഷ്ട്രീയത്തിൽ നിന്നുള്ള വ്യതിയാനം ചൂണ്ടിക്കാട്ടുകയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ CPM നേതാക്കൾക്ക് കഴിഞ്ഞില്ല. പറഞ്ഞ മറുപടികളാകട്ടെ അവരുടെ ആശയപരമായ ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കുന്നതുമായിരുന്നു.